ഹലോ, എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം കേട്ടോ എൻ്റെ പുതിയ വീഡിയോയിലേക്ക്. ഞാൻ വാലൻറ്റൈൻസ് ഡേയുടെ സ്പെഷ്യലായിട്ട് ഞാൻ കുറേ വീഡിയോ എടുത്ത് കൂട്ടി, പക്ഷേ എഡിറ്റ് ചെയ്ത് ഇടാനുള്ള ഒരു സാവകാശം എനിക്ക് ഉണ്ടായില്ല. അപ്പോൾ അത് ലേറ്റായി ഞാൻ എല്ലാവരും എന്നോട് ക്ഷമിക്കണം കേട്ടോ. അപ്പോൾ ഫസ്റ്റ് അമ്മയ്ക്കാണ് കേട്ടോ വാലൻറ്റൈൻസ് ഡേ കൊടുത്തത്, മഞ്ജു കൊടുത്തത്. അപ്പോൾ എന്താ കൊടുക്കണമെന്ന് അറിയാൻ വേണ്ടിയിട്ട് എത്തിപ്പിടിച്ച് നോക്കുന്നുണ്ടായിരുന്നു ചെക്കൻ. ഞാൻ കഴിഞ്ഞ എൻ്റെ വീഡിയോയിൽ നോക്കിയിട്ടുണ്ടായിരിക്കും, അച്ഛനത് ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് എങ്ങനെ ആയിക്കിട്ട് അച്ഛൻ പെയിൻ്റൊക്കെ അടിച്ച് കുപ്പായൊക്കെ തന്നെ കൊടുത്തു. അപ്പോൾ അച്ഛനെ കൊടുത്തപ്പോൾ അച്ഛൻ പറഞ്ഞു ആരുടെ പിറന്നാളും ചോദിച്ചപ്പോൾ അല്ല വാലൻറ്റൈൻസ് ഡേ ആണെന്ന് പറഞ്ഞപ്പോൾ അതാരുടെ അത് എന്താണ് പ്രത്യേകത എന്നൊക്കെ ചോദിച്ചപ്പോൾ കാര്യം പറഞ്ഞു. അപ്പോൾ ഇത് മിഠായി കൊടുത്തതിൽ ഇപ്പോൾ ഏറ്റവും ഹാപ്പി ആയത് മോളാണ്, പിന്നെ മോനും കുഴപ്പമുണ്ടായിരുന്നില്ല. അപ്പോൾ അവൾ ഒരുങ്ങിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വീടിൻ്റെ അടുത്ത് കനകശ്ശേരി അമ്പലത്തിൽ ശിവൻ്റെ അമ്പലത്തിൽ അവിടെ കാവടി ഉണ്ടായിരുന്നു ശിവരാത്രിയോടനുബന്ധിച്ച്. അപ്പോൾ അവിടേക്ക് പോകാനുള്ള യാത്രയിലൂടെ ഒരു ഒരുക്കത്തിലായിരുന്നു ഞങ്ങൾ. ഇതാണ് കതിരോല. നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടാവും കതിരോല ടീമിൻ്റെ പാട്ടുകൾ. വളരെ വെറൈറ്റികളായിട്ടുള്ള എന്താ പറയുക, ഒരുപാട് ദൃശ്യാവിഷ്കാരങ്ങളുള്ള ഒരു നാടൻ പാട്ട് കലാകാരന്മാരുടെ ഒരു ഗ്രൂപ്പ് തന്നെയാണ് കേട്ടോ. നല്ലൊരു എൻ്റർടൈൻമെൻറ്റാണ്, കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമായി. നല്ല എന്താ പറയുക, പാട്ട് വെച്ച് കഴിഞ്ഞാൽ കളിക്കുന്ന ആൾക്കാരാണ് നമ്മുടെ പിള്ളേർ. പക്ഷേ നാടൻ പാട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പ്രത്യേക ഒരു നോസ്റ്റാൾജിയാണ് അല്ലേ. നമുക്കൊരിക്കലും മറക്കാൻ പറ്റില്ല. കൈ തട്ടാത്തവരായാലും തല ആട്ടാത്തവരായാലും അത് ആട്ടി പോകുന്ന പല പാട്ടുകൾ, അല്ലെങ്കിൽ ആചാരാനുഷ്ഠാനങ്ങളോടനുബന്ധിച്ച് പല സമുദായങ്ങളുടെയും അങ്ങനെയല്ല. പിന്നെ അത് മാത്രമല്ല, പല ജില്ലകളിലും ആരാധിക്കുന്ന ഇതായിട്ടുള്ള അങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങൾ. അപ്പം ഞാൻ ഈ വീഡിയോ എടുക്കുന്നതിൻ്റെ ഇടയിലാണ് സാറ് വന്നത്. പക്ഷെ ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല സാറ് വരുന്നതെന്നൊന്നും എനിക്കറിയില്ലായിരുന്നു. അപ്രതീക്ഷിതമായിട്ടാണ് വീഡിയോയിൽ സാറ് വരുന്നത് ഞാൻ കാണുന്നത്. അപ്പോൾ ഈ ഒരു ആദ്യം സാറാണല്ലോ എന്ന് ഞാൻ പറഞ്ഞുപോയി. അപ്പോൾ സാറ് വന്നിട്ടുണ്ടായിരുന്നു അവിടെ ലൈറ്റിൻ്റെ ഉദ്ഘാടനത്തിന് വേണ്ടിയിട്ട്. അപ്പം സാറ് നന്നായി ആസ്വദിച്ചു കേട്ടോ നാടൻപാട്ട്. സാറും ഭയങ്കരമായിട്ട് ഇഷ്ടമായി. അപ്പോൾ കതിരോല ടീമിൻ്റെ നാടൻപാട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കണ്ടെടുത്തോളം ഇപ്പം ഞങ്ങളുടെ കഴിഞ്ഞ ഓണത്തിന് SNDPക്കാരുടെ കമ്മിറ്റിയിൽ നിന്നും കതിരോലയുടെ ടീമിൻ്റെ നാടൻപാട്ടുണ്ടായിരുന്നു. അന്ന് അത് ഇതുപോലെ തന്നെ വെറൈറ്റികൾ അവർ കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇതിലും ഒരുപാട് വെറൈറ്റികൾ കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട്. ഈ 3 വ്യക്തികളുടെ ഓരോ വേഷം വെച്ചിട്ടുള്ള പാട്ടിനോടനുബന്ധിച്ച് അവരുടെ നൃത്തങ്ങൾ നമുക്ക് നന്നായി ആസ്വദിക്കാൻ പറ്റി. അപ്പോൾ സാറ് ഉദ്ഘാടനം ചെയ്യുന്നതാണ് കേട്ടോ. അതായത് ആ ലൈറ്റിൻ്റെ ഹൈമാസ്റ്റ് ലൈറ്റിൻ്റെ ഇതിൻ്റെ ഉദ്ഘാടനത്തിന് ആണ് വന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഉദ്ഘാടന ചടങ്ങ് കഴിഞ്ഞു. പിന്നെ ഈ പാട്ടൊക്കെ ഭയങ്കര ഇഷ്ടമാണ് പിള്ളേർക്ക്. അപ്പോൾ അത് കാരണം കൊണ്ട് വളരെ വെറൈറ്റി ആയിട്ട് എനിക്ക് തോന്നി. അപ്പോൾ എനിക്ക് ഇവരുടെ നമ്പറൊന്നും എൻ്റെ കയ്യിലുണ്ടായിരുന്നില്ല. എനിക്ക് തോന്നുന്നു അവിടെ മോളിൽ കതിരോല ടീമിൻ്റെ നമ്പർ കാണുന്നുണ്ട്. അപ്പോൾ അതിലൊന്ന് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവരുടെ ടീമിൻ്റെ പരിപാടി നമുക്ക് ബുക്ക് ചെയ്യാം കേട്ടോ. ആഗ്രഹം ഇപ്പോൾ കാണുന്നവരുണ്ടെങ്കിൽ ഇത് ബുക്ക് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ ഞാൻ പറയട്ടെ, ശരത്ത് എന്നാണ് ഈ ചങ്ങായിയുടെ പേര്. അപ്പോൾ ആളാണ് അതിൻ്റെ ഫുൾ കോർഡിനേറ്റർ. അപ്പോൾ ആളതിൻ്റെ എല്ലാ കാര്യങ്ങളും എന്താ പറയുക, അത്രയും ടോപ്പായിട്ട് തന്നെ കൊണ്ടുവന്നിരുന്നു. ഞങ്ങളെല്ലാവരും ഫാമിലി ഫോട്ടോ എടുത്തു. മോൾക്ക് ആ പെൺകുട്ടിനെ ഭയങ്കരമായിട്ട് ഇഷ്ടമായി. അങ്ങനെ അത് ഞങ്ങൾ പാട്ട് കഴിഞ്ഞതിൻ്റെ തൊട്ട് പിന്നാലെ തന്നെ കാവടി വന്നതിൻ്റെ ഇടയിൽ ഞങ്ങൾ കുറച്ച് നേരമൊക്കെ കണ്ട് മറ്റേ ഹൈഡ്രജൻ ബലൂൺ വേണമെന്ന് പറഞ്ഞു കരഞ്ഞപ്പോൾ വാങ്ങിക്കൊടുത്തു. അങ്ങനെ വാങ്ങിക്കൊടുത്തപ്പോൾ ആ ചേട്ടൻ 2 എക്സ്ട്രാ വേറെ ഫ്രീ ആയിട്ട് തന്നു. അതെന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല, പാവം തോന്നിയിട്ടായിരിക്കാം. അതിന് എണ്ണി ചുട്ടപ്പം പോലെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതായിരുന്നു കേട്ടോ വീഡിയോ. എല്ലാവരും ലൈക്ക് ചെയ്യും.